ബിസ്മില്ലാ. നിരപരാധിയാണെങ്കിലും യൂസഫ് നബിയെ ജയിലിലടച്ചതെങ്ങനെയെന്ന് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞുവല്ലോ. പ്രവാചകൻ തന്റെ മൂന്നാമത്തെ പരീക്ഷണം നേരിടേണ്ടിയിരുന്നത് തടവറയിലായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് അല്ലാഹു അദ്ദേഹത്തിന് അസാധാരണമായ ഒരു സമ്മാനം നൽകിയത്. സ്വപ്നത്തെ വ്യാഖ്യാനിക്കാനുള്ള കഴിവായിരുന്നു അത്. നല്ല അറിവും കരുണാസമ്പന്നനുമായ ഒരു യുവാവാണ് യൂസഫ് എന്ന് ജയിലിലെ ആളുകൾക്ക് അറിയാമായിരുന്നു. അവർ അദ്ദേഹത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. അതേസമയം മറ്റു രണ്ടുപേർ ജയിലിലെത്തിച്ചേർന്നു. ഒരുവൻ രാജാവിന്റെ പാനപാത്രവാഹകനും മറ്റൊരാൾ അദ്ദേഹത്തിന്റെ പാചകക്കാരനുമായിരുന്നു. ആ രാത്രിയിൽ പുതുതായി വന്ന ആ രണ്ടു തടവുകാർ വിചിത്രമായ ഒരു സ്വപ്നം കണ്ടു. അവർ ഉണർന്നപ്പോൾ സ്വപ്നത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയാതെ അവർ ആശയക്കുഴപ്പത്തിലായി. അടുത്ത ദിവസം അവർ പ്രവാചകനെ കണ്ടപ്പോൾ യൂസഫ് ഒരു സാധാരണ കുറ്റവാളിയല്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു. അവർ അദ്ദേഹത്തിന്റെ അടുത്തു ചെന്ന് അവരുടെ സ്വപ്നത്തെപ്പറ്റി പറഞ്ഞു. ഞാൻ വളരെ വിചിത്രമായ ഒരു സ്വപ്നം കണ്ടു. രാജാവിന്റെ പാചകക്കാരൻ പറഞ്ഞു, ഞാൻ എന്റെ തലയിൽ അപ്പവുമായി ഒരു സ്ഥലത്ത് നിൽക്കുകയായിരുന്നു. രണ്ടു പക്ഷികൾ എന്റെ തലയിലിരുന്ന് അപ്പം തിന്നുന്നുണ്ടായിരുന്നു. ഇത് കേട്ടപ്പോൾ പ്രവാചകൻ ആദ്യം അല്ലാഹുവിനെ വിളിച്ചു. അനന്തരം നബി സ്വപ്നത്തിന്റെ അർത്ഥം പറഞ്ഞു. പാചകക്കാരൻ മരിക്കുന്നതുവരെ അവൻ ക്രൂശിക്കപ്പെടുമെന്നായിരുന്നു സ്വപ്നം. പ്രവാചകൻ പാനപാത്രവാഹകനോട് തന്റെ സ്വപ്നത്തെപ്പറ്റി പറയാൻ ആവശ്യപ്പെട്ടു. ഞാൻ രാജാവിന് വീഞ്ഞു നൽകിക്കൊണ്ട് കൊട്ടാരത്തിൽ നിൽക്കുന്നതാണ് കണ്ടത്. പാനപാത്രവാഹകൻ പറഞ്ഞു. പ്രവാചകൻ കുറച്ചു സമയത്തേക്ക് പ്രാർത്ഥിച്ചു. എന്നിട്ട് അദ്ദേഹം ഉടനെ സ്വതന്ത്രനാക്കപ്പെടുമെന്നും രാജാവിന്റെ സേവകനായി തിരിച്ചു പോകുമെന്നും പറഞ്ഞു. തന്നെക്കുറിച്ച് രാജാവിനോട് സംസാരിക്കണമെന്നും യൂസഫ് എന്നു പേരുള്ള നിരപരാധിയായ ഒരു ആത്മാവ് തടവറയിലുണ്ടെന്ന കാര്യം രാജാവിനോട് പറയണമെന്നും പ്രവാചകൻ പാനപാത്രവാഹകനോട് ആവശ്യപ്പെട്ടു. പ്രവാചകൻ മുൻകൂട്ടി പ്രവചിച്ചതുപോലെ സംഭവിച്ചു. പാചകക്കാരൻ കുരിശിലേറ്റപ്പെടുകയും പാനപാത്രവാഹകൻ കൊട്ടാരത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. എന്നാൽ അയാൾ ജോലിയിൽ തിരിച്ചെത്തിയ ഉടൻ ശൈത്താൻ അയാൾക്ക് പ്രവാചകനെക്കുറിച്ച് മറവി നൽകി. അതിനാൽ യൂസഫ് നബിക്ക് കുറച്ചു വർഷക്കാലം കൂടി ജയിലിൽ കഴിയേണ്ടി വന്നു. കുറച്ചു വർഷങ്ങൾക്കു ശേഷം ഒരു രാത്രി രാജാവ് തന്റെ കൊട്ടാരത്തിൽ ഉറങ്ങുകയായിരുന്നു. ഉറക്കത്തിൽ രാജാവ് വിചിത്രമായ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ രാജാവ് നൈൽ നദീതീരത്ത് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ നദിയിലെ വെള്ളം കുറഞ്ഞു വരുന്നതായി കണ്ടു. അടിയിലെ ചെളി തെളിഞ്ഞു കാണാം. വെള്ളമില്ലാതെ മീനുകൾ രക്ഷപ്പെടാൻ വേണ്ടി ചാടുന്നു. തുടർന്ന് വെള്ളത്തിൽ നിന്നും 7 തടിച്ചു കൊഴുത്ത പശുക്കൾ ഉയർന്നു വരികയും അവയെ മെലിഞ്ഞുണങ്ങിയ 7 പശുക്കൾ പിന്തുടരുന്നതും അദ്ദേഹം കണ്ടു. മെലിഞ്ഞ പശുക്കൾ കൊഴുത്ത പശുക്കളെ വിഴുങ്ങാൻ തുടങ്ങി. രാജാവ് ഇത് കണ്ട് ഭയന്നു. അതിനുശേഷം നദീതീരത്ത് 7 പച്ചിലച്ചെടികൾ വളരുകയും പെട്ടെന്ന് അവ അപ്രത്യക്ഷമാവുകയും ചെയ്തു. പിന്നീട് അതിൻ്റെ സ്ഥാനത്ത് 7 ഉണങ്ങിയ ചെടികൾ വളർന്നു. രാജാവ് തൻ്റെ സ്വപ്നത്തിൽ നിന്നും ഞെട്ടിയുണർന്നു. സ്വപ്നത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയാത്തതിനാൽ അയാൾക്ക് ഞെട്ടലും വിഭ്രാന്തിയുമുണ്ടായി. അടുത്ത ദിവസം രാജാവ് തൻ്റെ മന്ത്രിമാരെയും പുരോഹിതന്മാരെയും ഉപദേശകരെയും വിളിച്ചുകൂട്ടി. തൻ്റെ സ്വപ്നത്തെപ്പറ്റി അവരോട് പറഞ്ഞു. ഇതൊരു വിചിത്രമായ കുഴപ്പിക്കുന്ന സ്വപ്നമാണ്. താങ്കൾ ഒരുപക്ഷേ കൂടുതൽ ഭക്ഷണം കഴിച്ചതുകൊണ്ടാവാം. പുരോഹിതന്മാർ പറഞ്ഞു. നിങ്ങൾ ഒരു പുതപ്പില്ലാതെ ഉറങ്ങിയതുകൊണ്ടാവാം. മന്ത്രി പറഞ്ഞു. ഇത് ഒരു ദുസ്വപ്നം മാത്രമാണെന്നും അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ലെന്നും അവരെല്ലാവരും പറഞ്ഞു. ഈ വാർത്ത പാനപാത്രവാഹകനിലുമെത്തി. അദ്ദേഹം ജയിലിലടയ്ക്കപ്പെട്ടപ്പോൾ കണ്ട സ്വപ്നത്തെക്കുറിച്ച് ഓർത്തു. പെട്ടെന്ന് അദ്ദേഹത്തിന് യൂസഫ് നബിയെക്കുറിച്ച് ഓർമ്മ വന്നു. അദ്ദേഹം രാജാവിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് പ്രവാചകനെപ്പറ്റി പറഞ്ഞു. കാരാഗൃഹത്തിലായിരുന്നപ്പോൾ തന്റെ സ്വപ്നം വ്യാഖ്യാനിച്ച കാര്യം രാജാവിനോട് പറഞ്ഞു.
യൂസഫ് നബി തന്റെ നിരപരാധിത്വത്തെക്കുറിച്ച് രാജാവിനോട് പറയാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഞാൻ അത് മറന്നുപോയി. ഉടനെ രാജാവ് അയാളെ പ്രവാചകനെ കാണാൻ പറഞ്ഞയച്ചു. പാനപാത്രവാഹകൻ പ്രവാചകനെ കണ്ടുമുട്ടി രാജാവിന്റെ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു. പ്രവാചകൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും പിന്നീട് സ്വപ്നത്തിന്റെ അർത്ഥം വിശദീകരിക്കുകയും ചെയ്തു. രാജ്യത്ത് 7 വർഷം സമ്പന്നമായ വിളവെടുപ്പുണ്ടാകും. അദ്ദേഹം പറഞ്ഞു, മണ്ണിൽ നന്നായി കൃഷി ചെയ്താൽ നല്ല വിളവുണ്ടാകും. ആളുകൾക്ക് ധാരാളം ഭക്ഷണമുണ്ടാകും. ഇതിനെ തുടർന്ന് രാജ്യത്ത് 7 വർഷത്തെ വരൾച്ചയുണ്ടാകും. ആവശ്യത്തിന് ഭക്ഷണമുണ്ടാവില്ല. ഈജിപ്ത് മുഴുവൻ ദാരിദ്ര്യത്തിലാവും. യൂസഫ് നബിയെ ജയിൽ മോചിതനാക്കാനും തന്റെ മുൻപിൽ ഹാജരാക്കാനും രാജാവ് ആജ്ഞാപിച്ചു. രാജാവിന്റെ ദൂതന്മാർ ജയിലിലെത്തി പ്രവാചകനെ മോചിപ്പിച്ചു. എന്നാൽ ജയിലിൽ നിന്നിറങ്ങാൻ പ്രവാചകൻ തയ്യാറായില്ല. എന്റെ നിരപരാധിത്വം തെളിയിക്കുന്നതുവരെ ഞാൻ ഈ ജയിലിൽ നിന്നും പുറത്തിറങ്ങില്ല എന്ന് പ്രവാചകൻ അവരോട് പറഞ്ഞു. ദൂതൻ രാജാവിന്റെ അടുത്ത് മടങ്ങിവന്നു. യൂസഫ് എവിടെയാണ്? രാജാവ് ചോദിച്ചു. അദ്ദേഹത്തെ മോചിപ്പിക്കാൻ ഞാൻ കൽപ്പിച്ചതല്ലേ? തന്റെ നിരപരാധിത്വം സ്ഥാപിക്കുന്നതുവരെ യൂസഫ് നബി ജയിൽ വിടാൻ വിസമ്മതിച്ചു എന്ന് അവർ മറുപടി പറഞ്ഞു. തെറ്റ് ചെയ്യാതെയാണ് യൂസഫ് ജയിലിലടയ്ക്കപ്പെട്ടതെന്ന് രാജാവ് തിരിച്ചറിഞ്ഞു. ഉടൻ അദ്ദേഹം ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടു. മുഖ്യമന്ത്രിയുടെ ഭാര്യ സുലൈഖയെ കോടതിയിൽ ഹാജരാക്കി. അന്നത്തെ ആർഭാട വിരുന്നിൽ പങ്കെടുത്ത മറ്റു മന്ത്രിമാരുടെ ഭാര്യമാരെയും. എന്താണ് യൂസഫിന്റെ കഥ? രാജാവ് ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ ഭാര്യയെ അദ്ദേഹം അപമാനിക്കാൻ ശ്രമിച്ചു എന്നത് സത്യമാണോ? അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല, ഒരു സ്ത്രീ പറഞ്ഞു. അദ്ദേഹം അവളെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് മറ്റൊരാൾ പറഞ്ഞു. അദ്ദേഹം മലക്കുകളെപ്പോലെ നിഷ്കളങ്കനാണ് എന്ന് മറ്റൊരു സ്ത്രീ പറഞ്ഞു. അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ സുലൈഖയിലേക്ക് തിരിഞ്ഞു. അവളുടെ മുഖത്ത് അപ്പോൾ ചുളിവുകൾ വീണിരുന്നു. ഞാൻ അവനെ പ്രലോഭിപ്പിച്ചു, എന്നാൽ അവൻ വിസമ്മതിച്ചു. അവൾ ധൈര്യത്തോടെ സമ്മതിച്ചു. പ്രവാചകൻ നിരപരാധിയാണെന്ന് രാജാവിന് മനസ്സിലായി. പിന്നെ അവൻ പ്രവാചകനോട് കൊട്ടാരത്തിലേക്ക് വരുവാനായി കൽപ്പിച്ചു. പ്രവാചകൻ കൊട്ടാരത്തിലെത്തിയപ്പോൾ സുന്ദരനായ ആ ചെറുപ്പക്കാരനെ കണ്ട് രാജാവ് അമ്പരന്നു. കുറച്ചു സമയത്തേക്ക് പ്രവാചകന്റെ അറിവുകളെ പരീക്ഷിച്ചുകൊണ്ട് രാജാവ് അദ്ദേഹത്തോട് സംസാരിച്ചു. പ്രവാചകന്റെ മറുപടികൾ രാജാവിനെ അത്ഭുതപ്പെടുത്തുകയും യൂസഫ് നബി വളരെ ബുദ്ധിമാനാണെന്ന് രാജാവിന് ബോധ്യപ്പെടുകയും ചെയ്തു. പിന്നെ സംഭാഷണം സ്വപ്നത്തിലേക്ക് തിരിഞ്ഞു. വരാനിരിക്കുന്ന ക്ഷാമത്തിനെതിരെ ആസൂത്രണം ആരംഭിക്കാൻ അദ്ദേഹം രാജാവിനോട് ഉപദേശിച്ചു. ക്ഷാമം ഈജിപ്തിനെ മാത്രമല്ല എല്ലാ അയൽ രാജ്യങ്ങളെയും ബാധിക്കുമെന്ന് അദ്ദേഹം രാജാവിനോട് പറഞ്ഞു. രാജാവ് പ്രവാചകനെ കർഷകരുടെ ധാന്യപ്പുരകളെ നിയന്ത്രിക്കാനായി നിയമിച്ചു. രാജ്യത്തെയും വിളകളെയും പ്രതീക്ഷിച്ച ക്ഷാമത്തിൽ നിന്നും രക്ഷിക്കാനുള്ള ആസൂത്രണങ്ങളുടെ ഉത്തരവാദിത്വമായിരുന്നു അത്. കാലചക്രങ്ങൾ തിരിഞ്ഞു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ജയിലിൽ കഴിഞ്ഞിരുന്ന പ്രവാചകൻ ഇപ്പോൾ ഈജിപ്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരിൽ ഒരാളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. തുടർന്നു വന്ന 7 വർഷങ്ങളിൽ പ്രവാചകൻ കൃഷിക്കാരന്റെ മേൽ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു. വിളകളുടെ വിളവെടുപ്പും സംഭരണവും അദ്ദേഹം വിശ്വസ്തയോടെ നിർവഹിച്ചു. വരാനിരിക്കുന്ന ക്ഷാമക്കാലത്തേക്കുള്ള ധാന്യങ്ങൾ അദ്ദേഹം ശ്രദ്ധാപൂർവം ശേഖരിച്ചു സംരക്ഷിച്ചു. പിന്നെന്തുണ്ടായി? ബാക്കി കഥ ഞാൻ നിനക്ക് നാളെ പറഞ്ഞു തരാം. മാഷാ അല്ലാ, നല്ല രസകരമായ കഥ. ബാബ, പ്രവാചകൻ തന്റെ പിതാവിനെ വീണ്ടും കണ്ടോ? നാളെ കഥ കേൾക്കുന്നതുവരെ അതിന് കാത്തിരിക്കണം. ഓക്കേ. നീ ചോദ്യങ്ങൾക്ക് തയ്യാറാണോ അമീർ? യെസ്. എന്നാൽ പറയൂ, പ്രവാചകൻ തടവിലായിരുന്ന സമയത്ത് വന്ന് ആ 2 തടവുകാർക്ക് എന്തായിരുന്നു ജോലി? ഒരാൾ പാചകക്കാരനും മറ്റേയാൾ പാനപാത്രവാഹകനുമായിരുന്നു. ദാറ്റ് ഈസ് കറക്റ്റ്. എന്തായിരുന്നു രാജാവിന്റെ സ്വപ്നം? രാജാവ് നൈൽ നദീ തീരത്ത് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് വെള്ളത്തിൽ നിന്ന് തടിച്ചു കൊഴുത്ത് 7 പശുക്കൾ വന്നു. അതിന്റെ പുറകെ 7 മെലിഞ്ഞുണങ്ങിയ പശുക്കളും വന്നു. മെലിഞ്ഞുണങ്ങിയ പശുക്കൾ തടിച്ചു കൊഴുത്ത പശുക്കളെ വിഴുങ്ങി. ഇതായിരുന്നു രാജാവ് കണ്ട സ്വപ്നം. മാഷാ അല്ലാ, ബാക്കിയുള്ളതെന്തായിരുന്നു? പിന്നീട് 7 ചെടികൾ നദിക്കരയിൽ വളരുകയും പെട്ടെന്ന് അത്
അപ്രത്യക്ഷമാവുകയും അവിടെ 7 ഉണങ്ങിയ ചെടികൾ കാണുകയും ചെയ്തു. ഉത്തരം ശരിയല്ലേ ബാബ? എന്താണ് ഈ സ്വപ്നത്തിന്റെ അർത്ഥം? ഇതിന്റെ അർത്ഥം അടുത്ത 7 വർഷത്തേക്ക് രാജ്യത്ത് സമ്പന്നമായ വിളവെടുപ്പ് നടക്കുമെന്നും അതിനുശേഷം 7 വർഷങ്ങളോളം രാജ്യത്ത് വരൾച്ച ഉണ്ടാവും. ദാറ്റ് ഈസ് വെരി ഗുഡ്. ജയിൽ മോചിതനാവാൻ പ്രവാചകൻ വിസമ്മതിച്ചതെന്തിന്? നബി തന്റെ നിരപരാധിത്വം തെളിയണമെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് നബി ജയിലിൽ കഴിയുന്നത്. അത് ശരിയാണ് അമീർ. പ്രവാചകന്റെ നിരപരാധിത്വം എങ്ങനെ തെളിയിക്കപ്പെട്ടു? രാജാവ് മുഖ്യമന്ത്രിയുടെ ഭാര്യയെ വിരുന്നിൽ പങ്കെടുത്ത മറ്റു സ്ത്രീകളോടൊപ്പം വിളിപ്പിക്കുകയും സുലേഖയുടെ മുമ്പിൽ വെച്ച് ചോദ്യം ചെയ്തപ്പോൾ അവർ സത്യം പറയുകയും ചെയ്തു. ശരിയാണ് മോനെ. ഇനി നിനക്കുള്ള അവസാനത്തെ ചോദ്യമിതാ. രാജാവ് പ്രവാചകന് നൽകിയ പദവി എന്തായിരുന്നു? കളപ്പുരകളുടെ നിയന്ത്രണം പ്രവാചകന് നൽകി. മാഷാ അല്ലാ, നീ എല്ലാ ചോദ്യത്തിനും ശരിയുത്തരം നൽകിക്കഴിഞ്ഞു. ഇപ്പോൾ ഇത്രയും മതി. ഇനി ബാക്കിയുള്ള കഥ നാളെ പറയാം. ഗുഡ് നൈറ്റ്.